നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ജൂലൈ മാസത്തെ സമ്പൂർണ്ണ മാസഫലമാണ് പറയാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജൂലൈ 1 മുതൽ 31 വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ കൂടെ ജാതകാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തേണ്ടതാണ്. ആദ്യമായി നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് കടബാധ്യതകളിൽ നിന്നും മോചനം കാണുന്നു. സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും അനുമോദനങ്ങളും പ്രശംസകളും പിടിച്ചുപറ്റാനാകും. സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കും. മത്സര പരീക്ഷകളിൽ വിജയം കാണുന്നു. ഭക്ഷണകാര്യത്തിൽ നന്നായി ശ്രദ്ധ വേണം, കാരണം ചില ഉദരസംബന്ധമായ വൈഷമ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായ കഴിവുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പങ്കാളിയുമായുള്ള കലഹം, അകൽച്ച എന്നിവ മനോവിഷമത്തിന് കാരണമായേക്കാം. ദമ്പതികൾ പരസ്പര ധാരണയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. വർഷങ്ങളായി തർക്കത്തിലിരിക്കുന്ന കുടുംബസ്വത്ത് അനുഭവയോഗ്യമാകും. സ്വന്തം സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നു. മറ്റുള്ളവർക്ക് അനിഷ്ടമുണ്ടാക്കുന്ന സംസാരം ഒഴിവാക്കണം. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തു കാര്യത്തിനും ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടുമെങ്കിലും ഒടുവിൽ ദൈവാധീനത്താൽ എല്ലാം ശരിയാകും. ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടും. ബന്ധുമിത്രാദികളുമായി ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ ജോലികാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ഗൃഹത്തിൽ പൂജാതി മംഗളകാര്യങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് സമ്പാദ്യം വർദ്ധിക്കും. ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കും. മുതിർന്ന ബന്ധുക്കളുടെ രോഗാരിഷ്ടതകൾ ബുദ്ധിമുട്ടിക്കും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനാകും. അനാവശ്യ ചിന്തകൾ വെടിയണം. അടുത്തത് മകേര്യം നക്ഷത്രമാണ്. മകേര്യം നക്ഷത്രക്കാർ ബാധ്യതകൾ തീർക്കാനായി അക്ഷീണം പ്രയത്നിക്കും. ഈശ്വരചിന്ത വർദ്ധിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നതാണ്. പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന തടസ്സം മാറിക്കിട്ടും. കോപം നിയന്ത്രണ വിധേയമാക്കണം. മാതൃസഹായം കൂടും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സവും പ്രശ്നങ്ങളും നേരിടാൻ സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും അനുഭവപ്പെടും. കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ കഴിയും. ഉന്നത ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് അനാവശ്യ ചെലവുകൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ നഷ്ടം വരാൻ സാധ്യത കാണുന്നു. അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാവുന്ന പെരുമാറ്റം മനോദുഃഖത്തിനിടവരുത്തും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം. അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഊഹക്കച്ചവടത്തിൽ നഷ്ടത്തിനിട കാണുന്നു. പല കാര്യങ്ങളിലും ഉദാസീനത കാണിക്കും. ആലസ്യം വെടിഞ്ഞ് ഉന്മേഷത്തോടെ പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കാൻ കഴിയും. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. വിദ്യാതടസ്സം നേരിടും. ജീവിത പങ്കാളിയുമായി അകൽച്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ആയില്യം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് രോഗാരിഷ്ടതകൾ കാണുന്നു. ആരോഗ്യനില മോശമാവാതെ ശ്രദ്ധിക്കണം. പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കും. സാമ്പത്തിക ഇടപാടുകൾ കരുതലോടെ മാത്രം ചെയ്യുക. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. കുടുംബസ്വത്തുക്കളുടെ മേൽ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. ഭൂമി, വാഹനലാഭം ഇവ കാണുന്നു. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം. രോഗങ്ങൾ ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട്. യുക്തിസഹജമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് വിജയം സുനിശ്ചിതമാകും. ദാമ്പത്യ സുഖവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ കരുതിയിരിക്കുക. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് പല മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ ഇട കാണുന്നു. എങ്കിലും കരുതലോടുകൂടി മാത്രമേ ധനം ചെലവാക്കാൻ പാടുള്ളൂ. ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യം, സന്താനസുഖം എന്നിവയുണ്ടാകും. സൽക്കർമ്മങ്ങളാലും വാക്സാമർത്ഥ്യത്താലും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റും. മുറിവ്, ചതവ് ഇവ വരാൻ സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധിക്കുക. ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ വേണം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് നല്ല വിവാഹാലോചനകൾ വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അതിനു തക്ക ഉദ്യോഗം കിട്ടാനും യോഗമുണ്ട്. തനിക്കോ കുടുംബത്തിലോ നല്ല വിവാഹബന്ധം ലഭിക്കുകയും അതുവഴി ബന്ധുബലം വർദ്ധിക്കുകയും ചെയ്യും. വീണ്ടു വിചാരമില്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പല അനർത്ഥങ്ങളും വന്നുചേരാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കരുതലോടെ വേണം ചെയ്യാൻ. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക്
പ്രവർത്തന മികവ് കൊണ്ട് പ്രശസ്തി, വിവിധ സേനാംഗങ്ങൾക്ക് പലവിധത്തിലുള്ള നേട്ടങ്ങൾ, സ്വജനങ്ങളെ കൊണ്ട് ഗുണം, കാര്യവിജയം, ധനാഗമം എന്നിവയുണ്ടാകും. അതിഥി സൽക്കാരത്തിനും ആധ്യാത്മിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അവസരം ലഭിക്കും. പല വഴി ധനലാഭമുണ്ടാകുമെങ്കിലും അമിതവ്യയം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് പുതിയ ഗൃഹം വാങ്ങാനും ഗൃഹോപകരണങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നു. ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം സന്തോഷം തരുന്ന അവസരങ്ങളുണ്ടാകും. അധികാരികളുടെ പ്രീതി നേടും. ഇടയ്ക്ക് ചെറിയ തോതിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായേക്കാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. വേണ്ടപ്പെട്ടവരിൽ നിന്നും ചെറിയ അവഗണന ഉണ്ടാവാൻ സാധ്യത. അടുത്തത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ദാനധർമ്മങ്ങൾ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കാളിയാകാനോ അവസരമുണ്ടാകും. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കൊണ്ടും സ്നേഹമുള്ള വാക്കുകൾ കൊണ്ടും ജനസമ്മതി നേടും. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും. നിസ്സാര കാര്യത്തെ ചൊല്ലി കലഹിക്കേണ്ടതായോ അധികം സംസാരിക്കേണ്ടതായോ വന്നേക്കാം. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ സാധിക്കും. സ്ഥലം സ്വന്തമാക്കുന്നതിന് കുറച്ച് കാലതാമസം വരും. സ്ത്രീകൾ മുഖേന അപമാനത്തിനിടയുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ പൊടുന്നനെ അനുകൂലമായി മാറാനിടയുണ്ട്. വ്യാപാര രംഗത്ത് സൂക്ഷ്മത പ്രദർശിപ്പിക്കും. പരദൂഷണം പറയാനുള്ള പ്രവണതയെ നിയന്ത്രിക്കണം. അടുത്തതായി അനിഴം നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് വ്യാപാരത്തിൽ ചെറിയ നഷ്ടം നേരിടും. കാർഷിക വിളകൾക്ക് നാശമുണ്ടാകാൻ സാധ്യത. വാഗ്ദാനം പാലിക്കാൻ ശ്രദ്ധിച്ചില്ലെന്ന് വരും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. കുടുംബസുഖം നിലനിർത്തുന്നതിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ദൂരയാത്രകൾ കഴിവതും കുറയ്ക്കണം. അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. വിദ്യാതടസ്സം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. ഗൃഹാന്തരീക്ഷം അത്ര ശോഭനമാകില്ല. ദൈവാധീനത്താൽ കാര്യങ്ങൾ പതുക്കെ അനുകൂലമാകും. ആകസ്മികമായ ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പലയിടത്തു നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. ആരോഗ്യ ശ്രദ്ധ വേണം. അടുത്തതായി